ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെം എക്സൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സലിനെ പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസ് ആണ്. എക്സലിൻ്റെ ബേസിക്സ് മുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഈ വീഡിയോ. സിമ്പിളായി എക്സൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി സ്ക്രീനിൽ കാണിക്കുന്ന പോലെ സെർച്ച് ബാറിൽ വന്നിട്ട് എക്സൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എക്സൽ ആപ്പ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എക്സൽ ഇപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ആയി. എക്സലിൻ്റെ ഹോം പേജാണ് ഫസ്റ്റ് നമുക്ക് ഷോ ആവുക. അതിനകത്ത് തന്നെ ഫസ്റ്റ് കിടക്കുന്ന ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറയുന്നത് കാണാം. അതേപോലെ തന്നെ ഓപ്പൺ ന്യൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഏരിയാസ് കാണാം. പിന്നെ റീസെൻ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ റീസെൻ്റായി ചെയ്ത വർക്കുകളാണ് അവിടെ കിടക്കുന്നത്. പിന്നീടിലാണെങ്കിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള വർക്ക്സാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ബ്ലാങ്ക് വർക്ക് ബുക്കിൻ്റെ തൊട്ടപ്പുറത്തിന് വെൽക്കം ടു എക്സൽ ഡ്രോപ്പ് ഡൗൺ ട്യൂട്ടോറിയൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ടെംപ്ലേറ്റ്സ് എന്നാണ് പറയുക. അത് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് ബേസിക്സ് ആയിട്ട് ബ്ലാങ്ക് വർക്ക് ബുക്ക് എടുത്ത് എങ്ങനെയാണ് നമുക്ക് ഓരോ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പുതിയൊരു വർക്ക് ബുക്ക്, എക്സലിൻ്റെ പുതിയൊരു വർക്ക് ബുക്ക് അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതിലിപ്പോൾ കറൻ്റ്ലി ഒരു ഷീറ്റ് മാത്രമാണുള്ള വർക്ക് ബുക്കിൽ. നമുക്ക് എത്ര ഷീറ്റ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. 255 ഷീറ്റ്സ് നമുക്ക് മാക്സിമം ഒരു പുതിയ വർക്ക് ബുക്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് കാണാൻ പറ്റും. അത് ഓരോന്നും റോസിൻ്റെ ഹെഡാണ്. 1 എന്ന് പറയുന്നത് ഒന്നാമത്തെ റോ, രണ്ടാമത്തെ റോ, അങ്ങനെ ഓരോ റോസിൻ്റെ ഹെഡാണ് 1 2 3 4 എന്ന് പറഞ്ഞ് താഴത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ABCD എന്ന് പറഞ്ഞ മുകളിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമുക്ക് കുറച്ച് ഹെഡിങ്സ് കാണാം. ABCD എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കണ്ടിന്യൂ ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ഹെഡിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കോളം ഹെഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എയുടെ ഹെഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ കോളം മൊത്തത്തിലാണ്, അതായത് എൻ്റയർ കോളം നമ്മുടെ സെലക്ട് ആവും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ വർക്ക് ബുക്കിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഷീറ്റ്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഷീറ്റ് 1 എന്ന് കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു പ്ലസ് ആരോ മങ്ങി ഒരു റൗണ്ടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എത്ര വേണമെങ്കിലും ഷീറ്റ് ആഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് എത്ര ഷീറ്റ്സ് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മുടെ വർക്ക് ബുക്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എക്സലിലെ ടാബ്സും അതുപോലെ റിബൺസ്, സബ് മെനൂസ് ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ടാബ് എന്ന് പറയുന്നത്. അതായത് ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട് എല്ലാം അടങ്ങിയിട്ടുള്ള ആ ഒരു റോ, ആ ഓപ്ഷൻസിനെയാണ് നമ്മൾ ടാബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിൽ കുറേ സബ് മെനൂസ് കാണാം. ഹോം എടുക്കുകയാണെങ്കിൽ ഫോണ്ട്, അലൈൻമെൻറ്റ്, നമ്പർ, സ്റ്റൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. അതെല്ലാം സബ് മെനൂസാണ്. ഇങ്ങനെയുള്ള സബ് മെനൂസും ടാബും ചേർന്ന ഏരിയനെയാണ് നമ്മൾ റിബൺസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഫോർമുല ബാർ എന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ആ സെല്ലിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യും. അതായത് നമ്പേഴ്സ്, ടെക്സ്റ്റ്, അതുപോലെ തന്നെ ഫോർമുലാസൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യും. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് അറ്റ് എ ടൈം നമുക്ക് ഫോർമുല ബാറിൽ കാണാൻ സാധിക്കും. ഫോർമുല ബാറിൽ വന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും ഇതേ സെയിം കാര്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത സെല്ല് ഏതാണോ കിടക്കുന്നത് അവിടെ അപ്ലൈ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഡാറ്റ ഡയറക്റ്റ് സെല്ലിൽ വന്ന് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഫോർമുല ബാറിൽ വന്ന് എൻ്റർ ചെയ്യാം. ഇങ്ങനെ ഫോർമുല ബാറിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ നമുക്ക് ക്യാൻസൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ആ ടൈപ്പ് ചെയ്ത ഫുൾ ഡാറ്റ റിമൂവ് ആകും. ഇനി ടൈപ്പ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ എൻ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഡാറ്റ സെല്ലിലോട്ട് എൻ്റർ ആവും. ഇനി നെയിം ബോക്സ് എന്ന ഓപ്ഷൻ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഇൻസേർട്ട് ഫംഗ്ഷൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നെയിം ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കാം. നെയിം ബോക്സ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു പെർട്ടിക്കുലർ സെല്ലിൽ ഡാറ്റ എൻ്റർ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് B12 എന്ന സെല്ലിലാണ് ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത്. പക്ഷേ ആ പെർട്ടിക്കുലർ സെല്ല് തപ്പിയെടുക്കുന്ന കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മളൊരു ഫേംസിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നെയിം ബോക്സ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാവും. കാരണം അപ്പം നമുക്ക് പെർട്ടിക്കുലർ സെല്ല് തപ്പി കണ്ടുപിടിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നെയിം ബോക്സ് എന്ന ഓപ്ഷനിൽ വന്നിട്ട് ഏത് സെല്ലിലാണ് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത് ആ സെല്ല് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് നെയിം ബോക്സിൽ ആ പെർട്ടിക്കുലർ സെല്ല് ഏതാണോ ആ സെൽ നെയിം കൊടുത്താൽ മാത്രം മതി. ഇനി സെൽ നെയിം എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ റോ ഹെഡും കോളം ഹെഡും ചേർന്നതാണ്. നമുക്കിപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ B12 എന്ന സെല്ലിലാണ് എനിക്ക് ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത്.
ഇതിൽ ബി എന്ന് പറയുന്നത് ഷീറ്റിൻ്റെ ടോപ്പ് പോർഷനിലുള്ള ABCD എന്ന കോളം ഹെഡ്സ് ആണ്. 12 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള റോ ഹെഡ്സുമാണ്. ഏതെങ്കിലും കോളം ഹെഡും റോ ഹെഡും നമുക്ക് നെയിം ബോക്സിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെല്ലിനെ പെട്ടെന്ന് തന്നെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും, ഡാറ്റ എൻട്രി ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് എക്സലിലെ സ്ക്രോൾ ബാർ എന്താണെന്ന് നോക്കാം. സ്ക്രോൾ ബാർ നമ്മുടെ ഫോണിൽ ഗാലറിയിൽ ഫോട്ടോസൊക്കെ നമ്മൾ നോക്കുമ്പോൾ താഴേക്കും മുകളിലേക്കും പോകാൻ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സ്ക്രോൾ ബട്ടൺസ് കണ്ടിട്ടില്ലേ? അതേ സെയിം യൂസേജ് തന്നെയാണ് സ്ക്രോൾ ബാറിന് ഇവിടെ വരുന്നത്. എക്സലിലെ സ്ക്രോൾ ബാർ ഷീറ്റിനെ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയറക്ഷനിലും മൂവ് ചെയ്യിക്കാനാണ് യൂസ് ചെയ്യുന്നത്. സ്ക്രീനിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ അപ്പ് ആൻഡ് ഡൗൺ ആയി അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ക്രോൾ ബാറാണ് ഷീറ്റിനെ മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യിക്കുന്നത്. ഈ സ്ക്രോൾ ബാറിനെ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ എന്നാണ് പറയുന്നത്. ദെൻ റൈറ്റ് ബോട്ടത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറാണ് ഷീറ്റിനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷീറ്റ് മൂവ് ചെയ്യിക്കാനുള്ള കുറച്ച് ഷോർട്ട് കീസ് നോക്കാം. കാരണം സ്ക്രോൾ ബാർ വെച്ചൊരു വലിയ റിപ്പോർട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്കും എൻഡിങ്ങിലേക്കും പോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് 4 ഷോർട്ട് കീസ് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഒരു ഷീറ്റിലെ ഏറ്റവും ലാസ്റ്റ് റോയിലേക്ക് പോകണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ ഏതാണെന്ന് നോക്കാം. കീബോർഡിലെ Ctrl+ ഡൗൺ ആരോ പ്രസ് ചെയ്താൽ നമുക്കൊരു ഷീറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് റോയിലേക്ക് പോകാൻ സാധിക്കും. ഇതുപോലെ Ctrl+ അപ്പ് ആരോ യൂസ് ചെയ്താൽ ഒരു ഷീറ്റിലെ സ്റ്റാർട്ടിംഗ് റോയിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കും. ഇനി ഏറ്റവും ലാസ്റ്റ് കോളത്തിലേക്കാണ് നമുക്ക് പെട്ടെന്ന് എത്തേണ്ടതെങ്കിൽ നമുക്ക് Ctrl+ റൈറ്റ് ആരോ യൂസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ഷോർട്ട് കീ ആയിട്ട് കോളത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ടാണ് നമുക്ക് പെട്ടെന്ന് എത്തേണ്ടതെങ്കിൽ Ctrl+ ലെഫ്റ്റ് ആരോ നമുക്ക് ക്ലിക്ക് ചെയ്ത് യൂസ് ചെയ്യാം. കീബോർഡിലെ ഈ 4 ഷോർട്ട് കീസ് Ctrl+ അപ്പ് ആരോ, Ctrl+ ഡൗൺ ആരോ, Ctrl+ റൈറ്റ് ആരോ, Ctrl+ ലെഫ്റ്റ് ആരോ, ഈ 4 ഷോർട്ട് കീസ് നമ്മുടെ വർക്ക് ഈസിയാക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് കീസാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എക്സലിനെ കുറിച്ചിട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള ഐഡിയാസ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.